ട്യൂബിലേക്ക് സ്വാഗതം. ഒരു പ്രധാനപ്പെട്ട എപ്പിസോഡാണ്. ഈ ചാനലിൽ വരുന്ന എല്ലാം പ്രധാനപ്പെട്ടതാണെങ്കിലും ഇത് ഞാൻ അടിവരയിട്ട് പറയുന്നത്, നിങ്ങളുടെ വീട്ടിൽ മുതിർന്ന പൗരന്മാർ ഉണ്ടെങ്കിൽ, അഥവാ നിങ്ങൾ ഇത് കേൾക്കുന്ന നിങ്ങൾ തന്നെ മുതിർന്ന പൗരനാണെങ്കിൽ, 70 വയസ്സ് കഴിഞ്ഞ ആളുകളെ അല്ല മുതിർന്ന പൗരന്മാരെന്ന് പറയുന്നത്, 60 കഴിഞ്ഞവരെയും മുതിർന്ന പൗരന്മാരെന്ന് പറയും. ഇത് പിന്നെ ആ പ്രായം കഴിയുന്ന ആളുകളെല്ലാം കേട്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു പ്രധാന ഇടപെടൽ അടുത്ത ദിവസം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ എപ്പിസോഡ് ചെയ്യുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമുണ്ട്. അത് കൊച്ചി കടവന്ത്ര സ്വദേശി ആയ ഒരു 76-കാരനാണ്. ഡോക്ടറാണ് കക്ഷി. അദ്ദേഹം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിലെ ഉദ്യോഗസ്ഥനായിരുന്നു. UN പോപ്പുലേഷൻ ഫോറത്തിൻ്റെ ഉദ്യോഗസ്ഥനായിരുന്നു. ഇദ്ദേഹം ഹൈക്കോടതിയെ ഒരു പെറ്റീഷനുമായിട്ട് സമീപിച്ചു. കാരണം ഇത്രയേ ഉള്ളൂ, സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശമുണ്ട്. ഈ സ്വന്തമായി തീരുമാനം എടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഗുരുതര രോഗത്തിലേക്ക് ഒരാൾ എത്തപ്പെട്ടാൽ അദ്ദേഹത്തിനു വേണ്ടി തീരുമാനമെടുക്കാൻ ഒരാളെ ഈ ലോക്കൽ ബോഡികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിയോഗിക്കണം എന്നുള്ള 1 വർഷം മുമ്പുള്ള സുപ്രീം കോടതിയുടെ തീരുമാനം കേരളത്തിൽ നടപ്പാക്കിയിട്ടില്ല. അത് നടപ്പാക്കണം എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ ഡോക്ടർ ഇപ്പോൾ ഈ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ അവസ്ഥ എന്ന് പറയുന്നത് ഈ നമ്മൾക്കും ഒക്കെ വന്നേക്കാം, വരാതിരിക്കട്ടെ, ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പക്ഷേ നമുക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടാകുമെങ്കിൽ, ഒരു രോഗാവസ്ഥ കൊണ്ട് വരാം, പലപ്പോഴും മറവി രോഗം ബാധിക്കാം, സ്ട്രോക്ക് ബാധിക്കാം. നമുക്ക് അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ കിടപ്പിലായാൽ ആ വ്യക്തിക്ക് ഒരിക്കലും സ്വന്തമായൊരു തീരുമാനമെടുക്കാൻ കഴിയാത്ത നിസ്സഹായാവസ്ഥ ഉണ്ടാകാം. അങ്ങനെ നിസ്സഹായാവസ്ഥ ഉണ്ടായാൽ അദ്ദേഹത്തിന് വേണ്ടി എന്തെല്ലാം തീരുമാനമെടുക്കണം എന്ന് ഒരു നിർദ്ദേശം നമുക്ക് നേരത്തെ തന്നെ എഴുതി വയ്ക്കാം. അതിനെ ലിവിങ് വിൽ എന്നാണ് പറയുക. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശമാണ്. നമ്മൾ സാധാരണ രീതിയിൽ PA പവർ ഓഫ് അറ്റോർണിയൊക്കെ എഴുതുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാര്യമാണ്. അത് നമ്മൾ അസൈൻ ചെയ്ത് വെക്കുകയാണ് ഈ പവർ ഓഫ് അറ്റോർണിയിലൊക്കെ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് വേണ്ടി മറ്റൊരാളിനെ കൃത്യമായും ചില കാര്യങ്ങൾ ചെയ്യാൻ ഏൽപ്പിക്കുന്നു. ഇത് നമ്മൾ അഥവാ തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു നിസ്സഹായാവസ്ഥ വന്നാൽ എന്തൊക്കെ നമുക്ക് വേണ്ടി തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞ് നമ്മൾ ഒരു നിർദ്ദേശം എഴുതി കൊടുക്കുന്നു. അതാണ് ലിവിങ് വിൽ എന്ന് പറയുന്നത്. ഉദാഹരണം, നമ്മൾ ഇതുപോലെ മാരക രോഗം ബാധിച്ചുകൊണ്ട് നമ്മൾ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടി ആശുപത്രിയിലാണെന്ന് വെക്കുക. നമുക്ക് വെന്റിലേറ്ററിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹം ഇല്ലാത്ത വ്യക്തിയാണെന്നും വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലിവിങ് വില്ലിനകത്ത് എഴുതി വെക്കാം, ഞാൻ ഒരു വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ ജീവിക്കാൻ കഴിയൂ എന്ന അവസ്ഥ വന്നാൽ വെന്റിലേറ്റർ പാടില്ല, എനിക്ക് താല്പര്യമില്ല, അത് ഉപയോഗിച്ച് എൻ്റെ ജീവിതം വലിച്ച് നീട്ടരുത് എന്ന് നമുക്ക് ഈ ലിവിങ് വില്ലിലൂടെ നിർദ്ദേശം കൊടുക്കാം. ആ നിർദ്ദേശം നടപ്പാക്കുന്നതിനാണ് ഒരു ഉദ്യോഗസ്ഥനെ നിയോഗിക്കണം എന്ന് പറയുന്നത്. ആ നിർദ്ദേശത്തിന് വേണ്ടി അത് നമുക്ക് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആ ആളുകൾ ഒരു പക്ഷേ അവസാന കാലത്ത് നമ്മളോടൊപ്പം ഇല്ല എന്ന് വെക്കൂ. ഇനി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അവരോട് വിശ്വാസമില്ല എന്ന് വെക്കൂ. അങ്ങനെ വെക്കുമ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ അവരത് ചെയ്യും എന്ന് നമുക്ക് ഉറപ്പില്ലാത്തൊരു സ്ഥിതിയും വന്നേക്കാം. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഉപാധി ഉപയോഗിക്കാം. ലിവിങ് വില്ല് നമുക്ക് നേരത്തെ എഴുതി വെക്കാം. എനിക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം. എന്നെ നമ്മുടെ ബന്ധുക്കളോടൊക്കെ നമുക്ക് പറയാമെങ്കിലും ചില കാര്യങ്ങളിൽ ലിമിറ്റേഷൻ വരും. ഞാനിപ്പോൾ മരണപ്പെട്ടു പോകും എന്ന് എൻ്റെ ഫാമിലിയോട് പറഞ്ഞാൽ അവർക്കത് വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യമില്ലെങ്കിൽ അവരങ്ങനെ സംഭവിക്കില്ല എന്ന് പറഞ്ഞ ആ അവസ്ഥയെക്കുറിച്ച് അവർ ചിന്തിക്കാൻ പോലും തയ്യാറാകാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ വില്ല് എഴുതി വെച്ചാൽ ഈ ലോക്കൽ ബോഡിയിൽ നിന്നൊക്കെ ഒരു ഉദ്യോഗസ്ഥനെ ഇതിനു വേണ്ടി നിയോഗിക്കാം. നമുക്ക് വേണ്ടി മാത്രമെന്നല്ല, ഇത്തരം അവസ്ഥകൾ വരുന്ന ആളുകളെ അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തുടർ നടപടി സ്വീകരിക്കാം. അപ്പോൾ എന്നെ അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ വെന്റിലേറ്റർ വേണ്ടാന്ന് എനിക്ക് ഈ വില്ലിൽ
പരാമർശിക്കാം, നിർദ്ദേശം കൊടുക്കാം, എന്നെ ഏത് സ്ഥലത്ത് സംസ്കരിക്കണം എന്നുള്ളത് നമുക്ക് എഴുതി കൊടുക്കാം. നമുക്ക് ശരിക്കും ശ്മശാനത്തിൽ വേണമോ, അല്ലെങ്കിൽ നമ്മുടെ കബറടക്കം നടത്തണമോ, അല്ലെങ്കിൽ ചിതയിൽ വെക്കണമോ, ഇത് നമുക്ക് എഴുതി വയ്ക്കാം. കാരണം ആ അവസ്ഥ എപ്പോഴും സംഭവിക്കാം. സംഭവിച്ചതിന് ശേഷം നമുക്കിത് ചെയ്യാൻ പറ്റില്ലല്ലോ. മുൻകൂറായി നമ്മൾ ഇത് എഴുതി നമ്മൾ ഒരു വില്ല് പോലെ തന്നെ നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്നു. ലിവിങ് വില്ല് എന്ന് മാത്രമാണ് നമ്മൾ അതിനെ പേരിട്ട് വിളിക്കുന്നത്. ഇത് സുപ്രീം കോടതി 1 വർഷം മുമ്പ് തന്നെ ഈ നിർദ്ദേശം കൊടുത്തു. ഇതിനു വേണ്ടി ഒരു പ്രത്യേക ഉദ്യോഗസ്ഥനെ നിയോഗിക്കണം. പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് ഇതുവരെ നിയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ പറഞ്ഞ ഡോക്ടർക്ക് സ്ട്രോക്ക് വന്ന് അദ്ദേഹം കിടപ്പിലായ അവസ്ഥ ഉണ്ടായി. അദ്ദേഹം ഇത് തയ്യാറാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ നിയുക്ത ഉദ്യോഗസ്ഥൻ ഇല്ലാതിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് അതിൻ്റെ വൈഷമ്യങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് അദ്ദേഹം ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ സമർപ്പിച്ച പെറ്റീഷനിൽ പറയുന്നത്. ഹൈക്കോടതി ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് നോട്ടീസ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. സർക്കാർ ഇനി മിക്കവാറും അത് സുപ്രീം കോടതിയുടെ നിർദ്ദേശമാണ്, നടപ്പാക്കിയേ പറ്റൂ. അങ്ങനെ ആണെങ്കിൽ എല്ലാ ലോക്കൽ ബോഡിയിലും, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനിലൊക്കെ ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ വരും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്തരം ഒരു ബില്ല് നിങ്ങൾക്കും തയ്യാറാക്കാം. അതിനെ സംബന്ധിച്ചിട്ടുള്ള മറ്റ് പ്രൊസീജിയറുകൾ മറ്റൊരു എപ്പിസോഡിൽ ഞാൻ വിവരിക്കുന്നുണ്ട്. ഈ വിവരം നിങ്ങളെ ശ്രദ്ധയിൽ വരുന്നു എന്നേ ഉള്ളൂ. ഒരു ലിവിങ് വിൽ എന്ന് പറഞ്ഞ ഒരു കാര്യം നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാം എന്നുള്ള കാര്യം മാത്രം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഇത്തരം വിവരങ്ങളെല്ലാം തുടർന്നും ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി.